നമ്മൾ പറയാറില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കുറെ നേരം ടി വി കാണരുതെന്ന്, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചതല്ലേ, ഞാൻ ആ സാധനം വാങ്ങിച്ചതല്ലേ, ഇങ്ങനെ നമ്മൾ പറയില്ലേ. പറഞ്ഞതല്ലേ, ചെയ്തതല്ലേ, വാങ്ങിച്ചതല്ലേ, കളിച്ചതല്ലേ, എടുത്തതല്ലേ. ഈ സെന്റൻസ്, ഈ ഒരു കുഞ്ഞു വാചകം എങ്ങനെയാണ്, ഈ വാചകമല്ല അല്ലേ, വാക്ക് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിലാക്കാൻ പറ്റുക? ഞാൻ ഇന്നലെ വന്നതല്ലേ, എങ്ങനെ പറയും? അവൾ ഇത് വാങ്ങിച്ചതല്ലേ, എങ്ങനെ പറയാ? കുറെ പേരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, കുറെ പേർക്ക് ഐഡിയ ഉണ്ട്, കുറെ പേർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ പറയേണ്ടത് ഡിഡിന്റ് ഐ ടോൾഡ് യു ദാറ്റ്, ഡിഡിന്റ് ഐ ടോൾഡ് യു ദാറ്റ്. തെറ്റ്. കാരണം എന്താ? ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോമിലായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയാ? ഡിഡിന്റ് ഐ ടെൽ യു ദാറ്റ്. നിന്നോട് ഞാനത് പറഞ്ഞതല്ലേ. ഡിഡിന്റ് ഐ ടെൽ യു ദാറ്റ്. ഡിഡിന്റ് ഐ കം there. ഞാൻ അവിടെ വന്നതല്ലേ. ഡിഡിന്റ് ഐ കം there. ഞാൻ അവിടെ വന്നതല്ലേ. എന്നിട്ട് എന്താ നീ എന്നോട് പറയാത്തത്? ഡിഡിന്റ് ഐ കം there. ഞാൻ അവിടെ വന്നതല്ലേ. ഡിഡിന്റ് ഷീ ബൈറ്റ്. അവളിത് വാങ്ങിച്ചതല്ലേ. ഡിഡിന്റ് ഷീ ബൈറ്റ്. അവളിത് വാങ്ങിച്ചതല്ലേ. ഡിഡിന്റ് യു ടേക്ക് ദ ബുക്ക്. നീ ബുക്ക് എടുത്തതല്ലേ. ഡിഡിന്റ് യു ടേക്ക് ദ ബുക്ക്. നീ ബുക്ക് എടുത്തതല്ലേ. എന്നിട്ട് എവിടെ പോയി ബുക്ക്? ഡിഡിന്റ് യു ടേക്ക് ദ ബുക്ക്. നീ ബുക്ക് എടുത്തതല്ലേ. ഡിഡിന്റ് ഹി വാച്ച് ദ മൂവി. അവൻ സിനിമ കണ്ടതല്ലേ. ഡിഡിന്റ് ഹി വാച്ച് ദ മൂവി. അവൻ സിനിമ കണ്ടതല്ലേ. അപ്പൊ എന്താണ് നമ്മൾ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി? പറഞ്ഞതല്ലേ, ചെയ്തതല്ലേ, കളിച്ചതല്ലേ, വായിച്ചതല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ നമ്മൾ പറയേണ്ടത് ഡിഡിന്റ്, പിന്നെന്താണ്? സബ്ജക്റ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേർബിന്റെ സെക്കൻഡ് ഫോമോ അല്ലെങ്കിൽ തേർഡ് ഫോമോ അല്ലെങ്കിൽ INGയോ അതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, ഡിഡിന്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോമിലായിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയൂ, അവര് പഠിച്ചതല്ലേ. അവര് പഠിച്ചതല്ലേ. എന്നിട്ട് എന്താ തെറ്റിക്കുന്നത്? അവര് പഠിച്ചതല്ലേ. Didn't they study? Didn't they study? കാരണം അവര് എന്ന് പറയാൻ നമുക്ക് they ആണ് വേണ്ടത്. Didn't they study? അവര് പഠിച്ചതല്ലേ. ഞങ്ങളിത് ചെയ്തതല്ലേ. Didn't we do it? Didn't we do it? അപ്പോ ചിലപ്പോൾ നമ്മൾ പറയും, ഞങ്ങളിത് ചെയ്തതാണല്ലോ, ഞങ്ങളിത് പഠിച്ചതാണല്ലോ. ഈ ഒരു രീതിയിൽ നമ്മൾ പറയാം അല്ലേ. ഞാൻ സിനിമ കണ്ടതാണല്ലോ, ഇങ്ങനെയും നമ്മൾ പറയും. അതിനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സംസാര ഭാഷ പോലെ ഇരിക്കും. എന്താണ് എങ്കിലും നമ്മൾ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡിന്റെ സബ്ജക്റ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ മനസ്സിലായല്ലോ? പറഞ്ഞതല്ലേ, ചെയ്തതല്ലേ, പോയതല്ലേ എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഡിഡിൻ സബ്ജക്റ്റ് വേർബ് ഫസ്റ്റ് ഫോമാണ്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെൻസിന്റെ ക്ലാസ്സുകൾ കേൾക്കണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. മനസ്സിലാക്കണം എങ്കിൽ ഇതെന്തുകൊണ്ട് ഡിഡ് കഴിഞ്ഞിട്ട് നമ്മൾ വേർബ് ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം ഉപയോഗിച്ചില്ല എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻസസിന്റെ ക്ലാസ് കേട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ദിവസം തൊട്ട് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കുറേ പഠിച്ചിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന, എന്തിനാണ് ആ സെന്റൻസ് പറയുക, അങ്ങനെ ഇരിക്കുന്നവർക്കും ഒക്കെ ഉള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ എനിക്കൊരു അറിവും ഇല്ലല്ലോ എന്നോർത്തും നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കരുത്. ഞാൻ കുറേ പഠിച്ചതാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ചെയ്യുന്നത് മോശമാണല്ലോ,
അങ്ങനെയും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വീട്ടിൽ നിന്ന് സമയം കളയാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലിരുന്ന് സമയം കളയാതെ അമ്മമാരെന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ 30 ഡേയ്സ് വരുന്ന ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും തുടക്കത്തിലാകുമ്പോൾ അറിയത്തില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും ആർക്കും വേണ്ട. നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ, ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ അമ്മമാർ തിരക്കിലായി. രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങൾ എന്താ ചെയ്യുക, ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കമൻറ്റ് ബോക്സ് ചെയ്യാനുള്ള ഒരു സെൻറ്റൻസ് ഇതേപോലെ ഞാൻ തരികയാണ്. കുറേ സമയം TV കാണരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കുറേ സമയം TV കാണരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ കുറേ TV കണ്ടുകൊണ്ടിരിക്കരുതെന്ന്. നിങ്ങളുടെ ഭാഷയിൽ എഴുതുക കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ പെട്ടെന്ന് കമൻറ്റ് ബോക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.